ഹലോ വെൽക്കം ടു ഇനിൽസ് ആർട്സ്. ഇന്ന് എങ്ങനെ നമുക്ക് അടിപൊളിയായി പടം വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ ക്രാഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ടിപ്സും ആർട്സും ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുകയാണ്. ഡ്രോയിങ് ഒന്നും അധികം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള ടിപ്സാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരയ്ക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും, എങ്ങനെയാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് വരയ്ക്കാൻ പറ്റണേ. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ഏത് തരത്തിലും ഫ്ലെക്സിബിൾ ആകും. അപ്പോൾ അതൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള മാറ്റങ്ങൾ കാണും. പിന്നെ നമ്മൾ ഒരു പടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക. ആദ്യത്തെ തവണ ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു വഴിയെന്ന് പറയുന്നത്. അതായത് പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് കംഫർട്ടായിട്ട് ഡ്രോയിങ് അതായത് വരയ്ക്കാനായിട്ട് കഴിയുന്ന ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ഇത് തന്നെയാണ്. അതായത് ഡ്രോയിങ് പഠിച്ചിട്ടില്ലാത്ത ബേസിക്കായിട്ട് ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇതാണ്. സോ എന്തായാലും ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ആദ്യം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സിമ്പിൾ ടു ഹാർഡ്, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ടെന്ന് പറയില്ലേ, അതുപോലെ തുടങ്ങാവൂ. ആദ്യം നമ്മൾ ബേസിക്കായിട്ടുള്ള, അതായത് ഇപ്പോൾ ജോമെട്രിക്കൽ ഷേപ്സ്, ഈവൻ ജോമെട്രിക്കൽ ഷേപ്സ് തന്നെ ആയിക്കോട്ടെ, അതത്രയും ഈ ചെറിയ ഈ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ തുടങ്ങാം. അപ്പം അതൊക്കെ നല്ല രീതിക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നല്ല രീതിക്ക് നല്ല പെർഫെക്ഷനോടുകൂടി വരച്ച് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും ആവും. അപ്പോൾ ഇത്തിരി കുറച്ച് പ്രാക്ടീസും ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും പതിയെ നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. സോ വേണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഷേപ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വരച്ച് നോക്കുക. നല്ല വൃത്തിക്ക് സ്കെയിലൊക്കെ വെച്ച് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഷേപ്സൊക്കെ വരയ്ക്കുന്നത്. സോ അങ്ങനെ തന്നെ അത് തന്നെ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്ഷനോടുകൂടി ഒരു പടം വരയ്ക്കാനായിട്ട് നോക്കുക. അങ്ങനെ പതിയെ ചെറിയ കുറച്ചുകൂടെ ലെവൽ കൂടിയ പടങ്ങളായിട്ട് അങ്ങനെ വരച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെഫിനിറ്റ്ലി ഓക്കെ ആവും. നല്ല രീതിയിലുള്ള ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. അത് നമ്മുടെ കയ്യിൽ ഭദ്രമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഏകദേശം പടങ്ങളൊക്കെ നല്ല പെർഫെക്ഷനോടുകൂടി എന്ന് പറയുന്നില്ല, പക്ഷെ നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും. ഇത്രയും അത്യാവശ്യം വരയ്ക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പിന്നെയും നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി.